നിങ്ങൾ എന്ത് തരം സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്താലും നിങ്ങളുടെ ഉള്ളിൽ ഒന്നും വന്ന് നിറയുന്നില്ല. അത് മനസ്സിലാക്കുക. ഞാനിതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു മുറിക്കകത്ത് സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് കൂരിരുട്ടാക്കി വെച്ചു ആ മുറിയെ. എന്നിട്ട് ഒരു കുട്ടിക്ക് പതുക്കെ ഡോറ് തുറന്ന് കിടത്ത് അകത്തേക്ക് കയറാൻ പറഞ്ഞു. അകത്തേക്ക് കയറിയിട്ട് അവിടെ എന്താ ഉള്ളതെന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു. കുട്ടി അകത്ത് പോയി പുറത്ത് വന്നു. അവിടെ ഒന്നുമില്ല, ഇരുട്ടാണെന്ന് പറഞ്ഞു. അതിനുശേഷം ആ മുറിക്കകത്ത് ലൈറ്റ് ഇട്ടു. എന്നിട്ട് കുട്ടിയെ അകത്ത് കയറിയിട്ട് പുറത്തിറക്കി. ഇപ്പം എന്താ കണ്ടത് ചോദിച്ചു. അവിടെ സ്വർണ്ണ നാണയം കൂടി കിടക്കുന്നു എന്ന് പറഞ്ഞു. ഇനി എൻ്റെ ചോദ്യം, ഇവൻ ആദ്യം കയറിയപ്പോഴും അവിടെ സ്വർണ്ണ നാണയം ഉണ്ടോ? ഉണ്ട്. ഇപ്പം കയറിയപ്പോഴും അതേ സ്വർണ്ണ നാണയം തന്നെയല്ലേ ഉള്ളൂ? ആണ്. അപ്പോൾ ആദ്യം കയറിയപ്പോഴും ഇപ്പം കയറിയപ്പോഴും തമ്മിൽ അവിടെ ഉള്ളതും ഇല്ലാത്തതുമായ ഒരു സാധനം ഉണ്ടായിരുന്നു. സ്വർണ്ണ നാണയം എപ്പോഴും ഉണ്ട്. പക്ഷെ ഒരു സാധനം ആദ്യം കയറിയപ്പോൾ ഇല്ലായിരുന്നു, അതിപ്പോൾ ഉണ്ട്. അതേതാ? ലൈറ്റ്. ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? ലൈറ്റ് ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല അവിടെ. പക്ഷെ അവിടെ ഓൾറെഡി ഉള്ളൊരു വസ്തു അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കി തരുവാൻ ലൈറ്റ് വേണം. ഇതുപോലെ നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും സന്തോഷവും മനക്കരുത്തും സൽസ്വഭാവങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാത്തത് നിങ്ങളുടെ ഉള്ളിൽ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ആകെ നിങ്ങൾക്ക് അഡീഷണൽ വേണ്ട സാധനം ഇപ്പം എന്താണ്? ലൈറ്റ് മാത്രമാണ്. എനിക്കിത്തിരി ശാന്തി തരുമോ, എനിക്കിത്തിരി സമാധാനം തരുമോ, എനിക്കിത്തിരി സന്തോഷം തരുമോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കും, ഇതിൻ്റെയൊക്കെ സ്വാമിയാണ് ഈ ചോദിക്കുന്നത്. ഇത് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഇതെല്ലാം പുള്ളിയുടെ ഉള്ളിലുള്ള സാധനമാണ്. എനിക്ക് കൊടുക്കാൻ പറ്റില്ല ഇതൊന്നും. ഇതൊക്കെ പുള്ളിയുടെ ഉള്ളിലുണ്ടെങ്കിൽ പുള്ളിക്ക് എന്തുകൊണ്ട് അത് മനസ്സിലാവാത്തേ? ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. നമ്മൾക്ക് എന്താ കൊടുക്കാൻ പറ്റൂ? ലൈറ്റ്. വാട്ട് ഈസ് ലൈറ്റ്? നോളജ്. ജ്ഞാനം പ്രകാശമാണ്. ഒരു വ്യക്തിക്ക് അറിവിൻ്റെ പ്രകാശം കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. അതവിടെ ഉണ്ട് കേട്ടാ, നിൻ്റെ ഉള്ളിലുണ്ടത്, അവിടെ തരയേ എന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. ആ അറിവ് കൊടുക്കലാണ് ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് നൽകുന്ന ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം. അല്ലാതെ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങളെ അസിസ്റ്റ് ചെയ്യലല്ല. കാരണം ശരിക്കും ഒരു സ്പിരിച്വലിസ്റ്റിന് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ സ്വന്തമാക്കിയാലും നിങ്ങൾ ദുഃഖിക്കുന്നത് നല്ലപോലെ അറിയാം. ഈ ലോകത്ത് പഠിച്ചവർക്ക് പഠിച്ചതിനനുസരിച്ച് തൊഴിൽ കിട്ടാത്തതിൻ്റെ ദുഃഖം, തൊഴിൽ കിട്ടിയവർക്കോ തൊഴിൽ കിട്ടിയ അന്ന് മുതലുള്ള ദുഃഖം, കല്യാണം കഴിയാത്തവർക്ക് കല്യാണം കഴിയാത്തതിൻ്റെ ദുഃഖം, കല്യാണം കഴിഞ്ഞവർക്കോ കല്യാണം കഴിഞ്ഞതിൻ്റെ ദുഃഖം, കുട്ടി ഉണ്ടാവാത്തവർക്ക് കുട്ടിയില്ല എന്നുള്ള ദുഃഖം, കുട്ടി ഉണ്ടായവർക്ക് കുട്ടികളെ കൊണ്ടുള്ള ദുഃഖം. ഏത് സാധനം നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, അതില്ലാത്തപ്പോൾ അതില്ലാത്തതിൻ്റെ ഒരു ദുഃഖമുണ്ട്, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണ്ടായത് കൊണ്ടുള്ള ഒരു ദുഃഖമുണ്ട്. ദുഃഖം എങ്ങനെയായാലും ഉണ്ട്. ഇതറിയുന്ന ഒരു ആത്മീയ ബോധമുള്ളൊരു വ്യക്തി ഒരു മനുഷ്യനെയും ആഗ്രഹിച്ചത് സ്വന്തമാക്കിയ സന്തോഷമായി ജീവിക്കാൻ പറ്റും എന്ന തെറ്റിദ്ധാരണ പഠിപ്പിക്കില്ല. അത് വെറുതെയാണ് കുട്ടാ, അത് പറ്റില്ല. നീ ആഗ്രഹിച്ചു സ്വന്തമാക്കിക്കോ, അതൊക്കെ വേറെ കാര്യം. പക്ഷേ സുഖവും സന്തോഷവും ഉണ്ടാക്കാനുള്ള വഴി അതൊന്നുമല്ല എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു സ്പിരിച്വലിസ്റ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് മറച്ചു വെച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹിച്ചതൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും വ്യാജ ആധ്യാത്മികതയാണ്, വ്യാജ ആത്മീയതയാണ്. അത് തിരിച്ചറിയാനുള്ള ആ കഴിവിൻ്റെ പേരാണ് ബോധോദയം. ക്ലിയറായോ?